വിശദമായ വാർത്തയിലേക്ക്. AICC തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ ഉറച്ച ശശി തരൂർ. തനിക്ക് നെഹ്റു കുടുംബത്തിന്റെ പിന്തുണയുണ്ടെന്നും രാജ്യത്തെ ഭൂരിഭാഗം പേരും തന്നെ പിന്തുണയ്ക്കുമെന്നും തരൂർ പറഞ്ഞു. ചിലരുടെ എതിർപ്പ് കാര്യമാക്കുന്നില്ലെന്നും പട്ടാമ്പിയിൽ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശശി തരൂർ പറഞ്ഞു. ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭാരതം മുഴുവൻ കാണുന്ന ഒരു ആവേശമാണ്. അതിനെ നമുക്ക് എല്ലാ വിധത്തിലും പിന്തുണ കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം നിൽക്കാനാണ് ഞാനിന്ന് എത്തിയത്. പത്രികയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുത്ത ശേഷമല്ലേ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി ആവുള്ളൂ. അപ്പൊ സംസാരിക്കാം. അല്ല, അദ്ദേഹം എന്നെ ഇന്നാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ സംസാരിക്കാൻ. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ട്. അതിനു വേണ്ടി അദ്ദേഹത്തെ ഉപദ്രവിക്കാനല്ല ഞാൻ എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് യാത്രയിൽ പങ്കെടുക്കാനാണ്. അങ്ങനെ കണ്ട ഇല്ല, ഞാൻ കുറച്ചിപ്പോഴേ എത്തിയുള്ളൂ. ഒരു അരമണിക്കൂറേ ആയിട്ടില്ല എത്തിയിട്ടില്ല. കാണും. അതിനെക്കുറിച്ച് എനിക്കൊരു കോമെന്റ് ഒന്നുമില്ല. ഞാൻ അവിടെ ആയിരുന്നില്ലല്ലോ, ഞാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ല. നോക്കൂ, ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ മത്സരിക്കണം. ആര് എതിരാളി ആയാലും അത് അവരെന്നെ തീരുമാനിക്കട്ടെ. അവർ ആരൊക്കെയാണ് മത്സരിക്കേണ്ടതെന്ന്. പല സ്ഥാനാർത്ഥികൾ ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഈ പാർട്ടിയുടെ ജനാധിപത്യം ഒരു വലിയൊരു കാരണമാണ്. ലോകം മുഴുവൻ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ പാർട്ടിയുടെ അകത്ത് നല്ല രീതിയിൽ ഓരോരോ വ്യക്തികൾ കോൺഗ്രസിൻ്റെ സങ്കല്പത്തിൻ്റെ അകത്തന്നെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പാർട്ടിയുടെ ഒരു മത്സരം നടത്തുന്നത് അത് വേറെ ഏത് പാർട്ടിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ സ്ഥിതിയിൽ എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ നല്ലൊരു താല്പര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഉദ്ദേശം ഈ 30-ാം തീയതി എല്ലാം ഈ ഡേറ്റ് കഴിയണപ്പോഴേക്കും ഞാൻ ആ സമയത്താകുമ്പോഴേക്കും ഫയൽ ചെയ്യാമെന്ന്. ഉണ്ടാവണം. നമുക്ക് നമ്മൾ ശരിക്കും അത് കൊടുക്കുമ്പോൾ ഫോം കൊടുത്തിട്ട് അതിന് അക്സെപ്റ്റൻസ് ആയാലല്ലേ നമ്മൾ ശരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ ഞാൻ ഫോം വാങ്ങി ജനങ്ങളെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, 30-ാം തീയതി വീണ്ടും സംസാരിക്കാം. അല്ലല്ല, അനുഗ്രഹമൊക്കെ പിന്നെ മത്സരിക്കണമെന്ന പ്രശ്നത്തിൽ ഗാന്ധി കുടുംബം 3 പേരും എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രശ്നവുമില്ല. അവർക്കൊരു മാധ്യമക്കാർ പറഞ്ഞ പോലെ അല്ല, ഒരു ഒഫീഷ്യൽ സ്ഥാനാർത്ഥിയായിട്ടും ആരുമില്ല. അവര് മത്സരത്തിന് സ്വീകരിക്കുന്നു എന്നും എല്ലാ വിധത്തിലും നല്ല വാക്യം കേട്ടിട്ടുണ്ട്. നോക്കൂ, അത് എന്റെ നോമിനേഷൻ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്തുണ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങില്ല. എനിക്ക് ഇന്ത്യ മുഴുവൻ 3/4 സംസ്ഥാനത്തുനിന്ന് ഒരു പിന്തുണ കിട്ടുമ്പോഴേ ഞാൻ ഇറങ്ങുള്ളൂ. പക്ഷേ അത്രത്തോളം ആൾക്കാരെ എന്നെ വിളിച്ച് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞാൻ മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. കേരളത്തിൽ നിശ്ചയമായിട്ട് പലവരും പിന്തുണ തരും. ചിലവർക്ക് ആ താല്പര്യമില്ലെങ്കിൽ ഡസന്റ് മാറ്റർ. നമ്മളുടെ പാർട്ടിയുടെ അകത്തും ജനാധിപത്യത്തും സ്വാഭാവികമായിട്ട് എപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ ജനങ്ങൾക്ക് അവകാശമില്ല. ചിലവരുടെ പിന്തുണ 100% ഉണ്ട്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയും ന്യൂസ് ഡെസ്കിൽ നിന്നും TG സജിതും ചേരുന്നു. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ മത്സരിക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയായിരുന്നു ശശി തരൂർ. കേരളത്തിൽ ചിലർക്ക് എതിർപ്പുണ്ടെങ്കിലും ആ എതിർപ്പുകളെയൊന്നും കണക്കാക്കുന്നില്ലെന്നും പലരും തന്നെ പിന്തുണയ്ക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അശ്വതി, ഒരു ചെറിയ തിരുത്തുണ്ട്. കൂടിക്കാഴ്ച നടന്നിട്ടില്ല, കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നതേയുള്ളൂ. കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുമ്പാണ് അദ്ദേഹം ഇറങ്ങി വന്ന് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വിശദമാക്കിയിട്ടുള്ളത്. താൻ മത്സരിക്കുമ്പോൾ തനിക്ക് നല്ല പിന്തുണ ലഭിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്തെ ഭൂരിഭാഗം പേരും തന്നെ പിന്തുണയ്ക്കും. കേരളത്തിലുള്ള ചില ആളുകളുടെ പിന്തുണയും തനിക്ക് ലഭിക്കും എന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ആ കുടുംബത്തിൽ നിന്നുള്ള 3 പേരുടെയും പിന്തുണ തനിക്കുണ്ട് എന്നുള്ള അവകാശവാദവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുമായി മുമ്പ് കൂടിക്കാഴ്ച ഫോണിൽ സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം മാധ്യമങ്ങളോട് വന്ന സമയത്തും അതോടൊപ്പം ഇപ്പോഴും ഈ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് ആണ് താൻ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നതാണ് പറയുന്നത്. എന്നാൽ അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച നടക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെയാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം രാജസ്ഥാൻ വിഷയത്തിലെ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രതിസന്ധിയെ സംബന്ധിച്ചും നമ്മൾ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് താൻ ഇപ്പോഴൊന്നും പറയുന്നില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്.
ശരി പ്രസാദ്, എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധിയെ കാണും. അദ്ദേഹം അല്പനേരമായി അവിടെ രാഹുൽ ഗാന്ധിക്കായി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെ കാണുന്നതിന് തൊട്ടു മുമ്പാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മത്സരിക്കാൻ ഉറച്ചു തന്നെയാണ്. തരൂർ TG സജിത്ത് കൂടി ചേരുന്നു. സജിത്ത്, ഏത് രീതിയിലാണ് ഈ ഒരു കൂടിക്കാഴ്ചയെ നമ്മൾ ഈ അവസരത്തിൽ കാണേണ്ടത്? രാഹുൽ ഗാന്ധിയുടെ അനുഗ്രഹം തേടിയാണോ എത്തിയത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഗാന്ധി കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ട് എന്നും മാധ്യമങ്ങളിൽ വരുന്നത് പോലെ ഔദ്യോഗിക പക്ഷ സ്ഥാനാർത്ഥി അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം അത് വ്യക്തമാക്കുന്നതാകും ഈ തെരഞ്ഞെടുപ്പ് എന്നും അദ്ദേഹം പറയുന്നു. ഏത് രീതിയിലാണ് നമ്മൾ ഈ കൂടിക്കാഴ്ചയെ കാണേണ്ടത്? അശ്വതി, ദേശീയ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ നീക്കം, ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത്. പട്ടാമ്പിയിൽ രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിലുള്ള കൂടിക്കാഴ്ച. അതിന് പ്രസക്തി വർദ്ധിപ്പിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, രാജസ്ഥാനിലെ സങ്കീർണമായ കോൺഗ്രസ് നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. കാരണം അശോക് ഗെഹ്ലോട്ട് ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകുമെന്ന് പൊതുവിൽ ഉറപ്പിച്ചതാണ്. അദ്ദേഹം അത് പ്രഖ്യാപനം നടത്തിയതുമാണ്. പക്ഷേ രാജസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ അശോക് ഗെഹ്ലോട്ട് ഉണ്ടെന്നും അങ്ങനെ ഒരാൾ, അത്തരമൊരു വിമത നീക്കം നടത്തിയ ആൾ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് വലിയ എതിർപ്പുകൾക്ക് ഇടയാക്കില്ലേ, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരാൾ വരുന്നത് ശരിയോ എന്ന സംബന്ധിച്ച ചോദ്യവും ചർച്ചകളും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ തരൂർ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച എന്നതാണ് അതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. അതായത് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ശശി തരൂർ അദ്ദേഹം മത്സര സന്നദ്ധത അറിയിച്ചതാണ്. തരൂർ അടക്കമുള്ള മത്സര സന്നദ്ധരായി വരുന്നവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമവായ സാധ്യതയിലേക്ക് നേരത്തെ തന്നെ AICCയുടെ ചർച്ചകൾ കടന്നിരുന്നു. അതായത് അശോക് ഗെഹ്ലോട്ടിനെ അധ്യക്ഷനാക്കുകയാണെങ്കിൽ മത്സരത്തിന് സജ്ജമായി വരുന്ന തരൂരിനെയോ അല്ലെങ്കിൽ മനീഷ് തിവാരിയെ പോലെയുള്ളവരെ തുടർന്നുള്ള വൈസ് പ്രസിഡന്റുമാരോ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമവായ പാക്കേജ് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് മറ്റൊരു പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് ഗെഹ്ലോട്ടിന് പകരം മറ്റു ചില ചിന്തകളിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് കടന്നു എന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് തരൂരിന് സാധ്യതയ്ക്ക് വഴി തുറക്കുമോ എന്ന ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്. ഒരുപക്ഷേ ഈ കൂടിക്കാഴ്ചയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നീക്കമായി നമുക്കിതിനെ കാണാം. എന്തായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വസ്തുതകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശശി തരൂരിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ താനൊരു വിമത സ്ഥാനാർത്ഥിയല്ല, മറിച്ച് തനിക്ക് നെഹ്റു കുടുംബത്തിന്റെ കൂടി പിന്തുണയുണ്ടെന്ന വാദം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതുമുണ്ട്. സ്വാഭാവികമായും ഇത്തരം പ്രസക്തമായ ചോദ്യങ്ങൾ ഉയർത്തിരിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും രാജസ്ഥാനിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തുന്ന നീക്കങ്ങളൊന്നും ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി തരൂർ കൂടിക്കാഴ്ചയ്ക്ക് മറ്റൊരു രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും പാലക്കാട് നിന്നും ചില പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ടാകുമെന്നതാണ് പൊതുവിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. സജിത്ത് പറഞ്ഞതുപോലെ ഇരട്ട പദവി വലിയ പ്രശ്നമല്ല എന്ന് ഗെഹ്ലോട്ട് പറയുമ്പോഴും രാഹുൽ ഗാന്ധി അതിനെ തള്ളിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. ഈ ഒരു പ്രതിസന്ധി ഏത് രീതിയിൽ പരിഹരിക്കാനാകും? ഗെഹ്ലോട്ടിനെ പിണക്കാതെ സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചു ഏത് രീതിയിൽ എത്തിക്കുമെന്നുള്ള ചിന്തകൾ ഇപ്പോൾ നിലവിൽ ഏത് രീതിയിലുള്ള ചിന്തകളാണ് AICC നേതൃത്വത്തിന്റെ മുന്നിലുള്ളത്? അശോക് ഗെഹ്ലോട്ടിനെ അധ്യക്ഷനാക്കിയാൽ പകരം രാജസ്ഥാനിൽ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്നതാണ് കോൺഗ്രസിനെ തുടക്കം മുതൽ കുഴയ്ക്കുന്ന പ്രശ്നം. അശോക് ഗെഹ്ലോട്ട് തന്റെ ഒരു വിശ്വസ്തനെ അല്ലെങ്കിൽ താൻ പറയുന്നയാളെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ അശോക് ഗെഹ്ലോട്ടും രാഹുൽ ഗാന്ധിയുമാണ് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗെഹ്ലോട്ട് സ്ഥാനാർത്ഥിയാകും, അദ്ദേഹം AICC അധ്യക്ഷ പദം ഏറ്റെടുക്കാൻ തയ്യാറായി. പകരം സച്ചിൻ പൈലറ്റ് എന്ന ഒരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നിർദ്ദേശമായി മുന്നോട്ട് വെച്ചത്. അത്തരമൊരു നീക്കത്തെ ഏറെക്കുറെ അശോക് ഗെഹ്ലോട്ട് അംഗീകരിക്കപ്പെട്ടു എന്ന സൂചനയും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ AICC അത് അവിടെ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുകയും അങ്ങോട്ടേക്ക് പ്രതിനിധികളെ അയക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കാണുന്ന നാടകീയ നീക്കങ്ങൾ അവിടെ ഉണ്ടാവുന്നത്. ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ അശോക് ഗെഹ്ലോട്ട് തന്നെയാണ് എന്നതാണ് AICCയുമായി അടുത്ത കേന്ദ്രങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ ചില സാധ്യതകളിലേക്കും നീക്കങ്ങളിലേക്കും വരുന്നത്. അങ്ങനെയെങ്കിൽ പകരമാര്? ഒരുപക്ഷെ അശോക് ഗെഹ്ലോട്ടിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നുകൊണ്ട് പകരം AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരികയുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും സജീവമായ ഒരു വാദം അശോക് ഗെഹ്ലോട്ട് തന്നെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി തുടരട്ടെ, പകരം സച്ചിൻ പൈലറ്റിനെ AICC അധ്യക്ഷനാക്കി കൂടെ എന്ന ഒരു ചോദ്യം പൊതുവിൽ ഉയരുന്നുണ്ട്. അവിടെയാണ് തരൂരിൻ്റെ പേര് കൂടി സജീവമായി പരിഗണിക്കപ്പെടുക എന്നതാണ് പ്രസക്തമായ കാര്യം. എന്തായാലും ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. കാരണം അവർ കേരളത്തിലുള്ളവരാണ്, നേരത്തെ പലവട്ടം കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. പക്ഷേ
ഇന്ന് ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് മറ്റൊരു രാഷ്ട്രീയ പ്രസക്തിയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്താണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് വിഷയമാവുക എന്നത് ഏറെ പ്രസക്തമാണ്. ശശി തരൂർ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പുള്ള അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തന്നെ ചില സൂചനകൾ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരം വളരെ പെട്ടെന്നുള്ള അല്ലെങ്കിൽ വളരെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും പൊടുന്നനെ ഉണ്ടാവുന്ന ഒരു തീരുമാനമായി അത് മാറുമോ? ഇന്നത്തെ പാലക്കാട്ടെ കൂടിക്കാഴ്ച ഏത് തരത്തിലുള്ള വിഷയങ്ങളിലാണ് തീരുമാനമെടുക്കുക എന്നത് വളരെ പ്രസക്തമാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കൂടിക്കാഴ്ച ആരംഭിക്കും. സജിത്ത്, ഈ ശശി തരൂർ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയെ നമ്മളൊരു മറ്റൊരു രീതിയിൽ കൂടി കാണേണ്ടതില്ല. ഈ ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം അതൊക്കെ അതിലപ്പുറത്തേക്ക് ഏത് രീതിയിൽ ഇപ്പോഴുള്ള നിലവിലെ ഈ പ്രതിസന്ധി, രാജസ്ഥാനിലെ പ്രതിസന്ധി ഹൈക്കമാൻഡ് മുന്നോട്ട് നീങ്ങും, ഏത് രീതിയിൽ ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുമെന്നുള്ളതിന് ശശി തരൂരിന്റെ പക്കൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതും മുന്നോട്ട് വയ്ക്കാനുള്ള അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത്, രാഷ്ട്രീയത്തിലെ അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു സാധ്യത അതൊക്കെ എത്രത്തോളമാണ്? പൊതുവിൽ G23യുടെ പ്രധാന നേതാവായിരുന്നു, പ്രധാന വക്താവായിരുന്നു ശശി തരൂർ. പക്ഷേ ആ ഒരു വിമത നീക്കവും വിമത സാഹചര്യങ്ങളും ഇപ്പോഴില്ല എന്നതാണ്, അത്രത്തോളം ഇപ്പം ഇല്ല എന്നതാണ് സാഹചര്യം. കാരണം ഇത്തരം നേതാക്കളെയും ഒന്നിച്ചു നിർത്തി മുന്നോട്ട് പോവുക എന്ന ഒരു രാഷ്ട്രീയ സമവായത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഈ അശോക് ഗെഹ്ലോട്ട് തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിരുന്നാൽ കൂടിയും മത്സരസജ്ജരായി വരുന്ന തരൂരോ അല്ലെ മനീഷ് തിവാരിയോ ആരായാലും അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് പുതിയ സംഘടനാ ചുമതലകളിലേക്ക് അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാറ്റേൺ, ആ തരത്തിലേക്കുള്ള ചിന്ത നേരത്തെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കടന്നിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി ഇപ്പോൾ നടക്കുന്ന ഈ ഗൗരവമായ കൂടിയാലോചനകളിലും തരൂർ ഭാഗമാകുന്നു എന്നത് വേണം നമുക്ക് കരുതാൻ. ഒരു പക്ഷേ ഈ രാജസ്ഥാനിലെ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുന്നു എന്നതാണ് ഇനി കോൺഗ്രസിന്റെ അധ്യക്ഷ പദത്തെ സംബന്ധിച്ച് നിർണായകമാക്കുന്ന കാര്യം. ഇതുവരെ അശോക് ഗെഹ്ലോട്ട് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനാകുമെന്നതാണ് പൊതുവിലുള്ള ചിത്രം. പക്ഷേ ആ ചിത്രത്തിൽ ചില മാറ്റമുണ്ടാകുന്നു എന്നതാണ് സൂചന. പൊതുവിൽ അശോക് ഗെഹ്ലോട്ടിനെ പോലെ അല്ലെങ്കിൽ നിയുക്ത കോൺഗ്രസ് അധ്യക്ഷനെതിരെ പോലും കേരളത്തിലടക്കം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം വലിയ വിയോജിപ്പുകൾ ഉയരുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന, രാജസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന വിമത നീക്കങ്ങൾക്ക് പിന്നിൽ അശോക് ഗെഹ്ലോട്ടിന്റെ പങ്കുണ്ട് എന്നതാണ് പൊതുവിൽ വരുന്ന വികാരം. അത് കോൺഗ്രസ് അണികൾക്കിടയിൽ അശോക് ഗെഹ്ലോട്ടിന്റെ പിന്തുണ കുറയ്ക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം ഇനി നെഹ്റു കുടുംബത്തിന്റെ പിന്തുണയോടെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചാലും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള ഒരു പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിയും, അവിടെ ശശി തരൂരിന് നേട്ടം ആക്കുന്ന ചില നീക്കങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ പ്രസക്തമായ കാര്യങ്ങളുമുണ്ട്. എന്തായാലും ശശി തരൂർ ഒരു സസ്പെൻസുമായി ഇനി മുന്നോട്ട് വരുമോ, അത്തരമൊരു തീരുമാനം ഉണ്ടാകുമോ എന്ന കാത്തിരിപ്പാണ്. അതിനാവും പാലക്കാട്ടെ ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. സൈത്ത് പറഞ്ഞ പോലെ അശോക് ഗെഹ്ലോട്ടിന്റെ ഒരു പിന്തുണ, അദ്ദേഹത്തിനൊപ്പമുള്ള MLA-മാരുടെ എണ്ണമൊക്കെ ഈ ഒരു ഘട്ടത്തിൽ AICCക്ക് വലിയ രീതിയിലുള്ള ഒരു തലവേദന ഉണ്ടാക്കുന്നുണ്ട്. അശോക് ഗെഹ്ലോട്ടിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നില്ല എങ്കിൽ, അത്തരത്തിലുള്ള ഒരു ആലോചന നടക്കുകയാണെങ്കിൽ പിന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര്, അത്തരത്തിലുള്ള ചിന്തകളും ഇപ്പോൾ നടക്കുന്നുണ്ടാകുമോ? തീർച്ചയായും. അതായത് അശോക് ഗെഹ്ലോട്ടിനെ രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുക, അങ്ങനെയെങ്കിൽ തൽക്കാലത്തേക്ക് രാജസ്ഥാനിൽ സംഘടനാ പ്രതിസന്ധിയില്ല, അവരുടെ ഭരണം കൈവിട്ടു പോകുന്ന അവസ്ഥയൊന്നും ഉണ്ടാകുന്നില്ല, MLA-മാരുടെ വിമത നീക്കങ്ങളും ഉണ്ടാകുന്നില്ല. മറിച്ച് എന്തൊരു സാധ്യതയിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുക എന്ന തീരുമാനമെടുക്കുമ്പോൾ കോൺഗ്രസിന് മുന്നിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് സച്ചിൻ പൈലറ്റിന്റെ നിലപാടാണ്. കാരണം സച്ചിൻ പൈലറ്റും ഒരു വിഭാഗം MLA-മാരും നേരത്തെ തന്നെ ചില വിമത നീക്കങ്ങൾ നടത്തി പിന്നെ പിൻവലിഞ്ഞ് കോൺഗ്രസിനൊപ്പം ചേർന്നവരാണ്. സ്വാഭാവികമായും ഒരു സ്ഥാനം കിട്ടാതെ വന്നാൽ അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ച, പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില തീരുമാനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായിരുന്നെങ്കിൽ സച്ചിൻ പൈലറ്റ് ക്യാമ്പും ഒരുപക്ഷെ പുതിയ നീക്കങ്ങൾക്ക് തുനിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സച്ചിൻ പൈലറ്റിനെ എങ്ങനെ അനുനയിപ്പിക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവിടെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സച്ചിൻ പൈലറ്റിന്റെ പേരും പ്രധാനമായി പരിഗണിക്കുക എന്ന സാധ്യത ഉണ്ടാകുന്നത്. പക്ഷേ തരൂർ എന്ന മറ്റൊരു നീക്കം അത് വളരെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതാണ്. ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ അജയ് മാക്കൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. शांति धारीवाल जी, डॉक्टर जोशी और प्रताप काचरियावास, ये तीनों विधायक उनके नुमाइंदे के तौर के ऊपर हमारे पास में आए और उन्होंने 3 शर्तें रखी। सबसे पहले तो उन्होंने कहा कि बेशक आप अगर रेजोल्यूशन पास करना है कांग्रेस अध्यक्ष के ऊपर छोड़ने का तो बेशक रेजोल्यूशन पास करें, लेकिन उसके अंदर फैसला उसका 19 अक्टूबर के बाद में होना चाहिए। तो हमने कहा कि अगर अशोक गहलोत जी रेजोल्यूशन मूव करते हैं कि कांग्रेस अध्यक्ष के ऊपर सब चीजें छोड़ी जा रही हैं और 19 अक्टूबर के बाद में, क्योंकि अब अशोक गहलोत जी खुद ये कह चुके हैं कि वो कांग्रेस अध्यक्ष का
के उम्मीदवार हैं, तो 19 अक्टूबर के बाद में जब वो खुद अध्यक्ष बन जाएंगे तो अपने ही रेजोल्यूशन के ऊपर अपने आप को ही एम्पावर कर रहे हैं, तो इससे बड़ा कन्फ्लिक्ट ऑफ इंटरेस्ट नहीं हो सकता, तो ये आप इसको मत करिए। लेकिन उन्होंने कहा नहीं, ये पब्लिकली आपको कहना पड़ेगा और रेजोल्यूशन का हिस्सा बनाना पड़ेगा कि बेशक रेजोल्यूशन आज पास हो लेकिन 19 अक्टूबर के बाद ये इंप्लीमेंट होगा। दूसरा, हम लोग जब कहा कि हम सबसे अलग अलग एक एक करके बात करेंगे, तो उन्होंने कहा नहीं, हम ग्रुप्स में आएंगे। तो हमने कहा कांग्रेस की हमेशा से ये प्रथा रही है कि हम लोग सबसे एक एक बात करते हैं ताकि फ्री फ्रैंकली बगैर किसी दबाव के जो भी विधायक कहना चाहे वो अपनी बात कहे। तो उन्होंने कहा नहीं, हम लोग ग्रुप्स में आकर के आपको बात कहेंगे और ये भी आपको पब्लिकली कहना पड़ेगा। तीसरा, उन्होंने जो पॉइंट जो उन्होंने बोला कि 102 जो विधायक उस वक्त लॉयल थे, अशोक जी के साथ में थे, उनमें से ही कोई बनाया जाना चाहिए, सचिन पायलट या उसके ग्रुप में से नहीं बनाया जाना चाहिए। तो हमने कहा कि आपकी भावना, जब हम सबसे एक एक करके मिलेंगे तो जो आपकी भावना है एग्जैक्टली वो सारी की सारी भावना जो व्यक्ति कर रहे हैं वो कांग्रेस अध्यक्षा को हम बताएंगे और कांग्रेस अध्यक्षा उसके बाद में अशोक गहलोत जी से बात करके, सबसे बात करके फैसला लेंगी। तो इसलिए किसी को ये बात की चिंता नहीं करनी चाहिए कि आपकी बात की भावना और आप लोगों की सोच नहीं जा रही है, लेकिन वो इंसिस्ट करते रहे कि ये तीनों के तीनों रेजोल्यूशन का हिस्सा होना चाहिए और इस कंडीशन के ऊपर रेजोल्यूशन होना चाहिए। तो हमारा ये कहना था कि रेजोल्यूशन कभी भी कांग्रेस के 75 वर्ष के इतिहास में स्ट्रिंग्स लगा करके कंडीशनल रेजोल्यूशन नहीं होता है। रेजोल्यूशन एक लाइन का होता है और कांग्रेस अध्यक्षा को सारी बातों की जानकारी दी जाती है जिसके बाद में डिसीजन लिया जाता है। और कन्फ्लिक्ट ऑफ इंटरेस्ट के साथ में नहीं होना चाहिए कि आज जो रेजोल्यूशन मूव कर रहे हैं वो इलेक्शन लड़ रहे हैं और कल को वो अगर कांग्रेस अध्यक्ष बन जाते हैं तो वही अपने ही रेजोल्यूशन के ऊपर फैसला कल करें, तो ये कन्फ्लिक्ट ऑफ इंटरेस्ट है, इसलिए ये गलत है। लिहाजा हम लोगों ने उनको, खरगे जी के साथ में मैंने उनको मना करा कि ये कन्फ्लिक्ट ऑफ इंटरेस्ट है, एक एक से हम लोग अलग बात करेंगे और सबकी भावना को लेकर के जाएंगे और सबकी बात सुन करके ही कांग्रेस अध्यक्षा फैसला करेंगी। तो ये मैं बात आप लोगों को बताना चाहता हूं। उसके बाद में हम लोग इंतजार करते रहे, वो लोग नहीं आए और अब हम वापस खरगे जी और मैं हम दिल्ली जा रहे हैं और अपनी पूरी रिपोर्ट हम लोग कांग्रेस अध्यक्षा को हम लोग सौंपेंगे। 3 നിബന്ധനകളാണ് MLA-മാർ നിരീക്ഷകർക്ക് അശോക് ഗെഹ്ലോട്ടിന്റെ പിന്തുണയ്ക്കുന്ന ആളുകൾ നിരീക്ഷകർക്ക് മുന്നിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അജയ് മാക്കൻ സംസാരിച്ചത്. ഇപ്പോൾ MG മിഥുൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ് വിവരങ്ങളുമായി. മിഥുൻ, ഒരു രീതിയിലും സച്ചിൻ പൈലറ്റിനെ അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അശോക് ഗെഹ്ലോട്ട് പക്ഷം. അശോക് ഗെഹ്ലോട്ടിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമാണ്? അങ്ങനെയെങ്കിൽ പകരം ആരെ എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഏത് രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്? അവസാന വാക്ക് സോണിയാഗാന്ധിയുടേതാണ് എന്ന് അജയ് മാക്കൻ അടക്കം പറയുമ്പോഴും ഈ ചർച്ചകൾ ഏത് രീതിയിലാണ്? അശ്വതി, അശോക് ഗെഹ്ലോട്ടിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ല എന്നുള്ളൊരു വ്യക്തമായ സൂചന തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തിലേക്ക് പരിഗണിക്കേണ്ട, പകരം ദിഗ്വിജയ് സിംഗിനെയും ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും പരിഗണിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം എത്തി എന്നാണ് ലഭ്യമാകുന്ന സൂചന. ഏറ്റവും പ്രധാനമായും ദിഗ്വിജയ് സിംഗിനെ പരിഗണിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഹൈക്കമാൻഡ് നേതൃത്വം കടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രാജസ്ഥാനിലെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിൽ ഹൈക്കമാൻഡിന് വലിയ തിരിച്ചടി തന്നെയാണ്. അംബെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സച്ചിൻ പൈലറ്റിനെ കെട്ടിയിറക്കാനുള്ള, മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇറക്കാനും ഒപ്പം തന്നെ 2020 നൽകിയ വാഗ്ദാനം പാലിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങളെ അട്ടിമറിച്ച ഗെഹ്ലോട്ടിനെതിരെ ഇനി ഗെഹ്ലോട്ടിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം പല നേതാക്കളും മുന്നോട്ട് വെക്കുകയും ചെയ്തു. കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ സോണിയാഗാന്ധി ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. ഒപ്പം തന്നെ രാജസ്ഥാനിൽ നിരീക്ഷകരായിട്ടെത്തിയ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം തന്നെ അജയ് മാക്കൻ അടക്കമുള്ള നേതാക്കളും ഉടനടി തന്നെ ഡൽഹിയിലേക്ക് എത്തണമെന്നുള്ള നിർദ്ദേശവും സോണിയാഗാന്ധി മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതായത് ഗെഹ്ലോട്ടിൽ നിന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കേണ്ട ഇതില്ല എന്നുള്ളൊരു തീരുമാനം നേതാക്കൾ ഭൂരിഭാഗം എടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്തരത്തിൽ ദിഗ്വിജയ് സിംഗിലേക്ക്, അതായത് ഗാന്ധി കുടുംബത്തിന് ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള വ്യക്തി കൂടിയാണ് ദിഗ്വിജയ് സിംഗ്, അങ്ങനെ ഒരു വ്യക്തിയെ കൂടി മുന്നിലേക്ക് കൊണ്ടുവരിക, അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുക എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കേരളത്തിൽ ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ
രാഹുൽ ഗാന്ധിയുമായി ശശി തരൂർ കൂടിയാലോചന നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് ഔദ്യോഗിക തീരുമാനങ്ങൾ ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷേ സച്ചിൻ പൈലറ്റിനെ പിണക്കാതിരിക്കാനും നോക്കണം, ഒപ്പം തന്നെ ഗെഹ്ലോട്ടിനെ പിണക്കാതിരിക്കാനും നോക്കണം. അത്തരത്തിൽ പഞ്ചാബിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷേ രാജസ്ഥാനിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആശങ്ക ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഒപ്പം തന്നെ ഗെഹ്ലോട്ടിന് രാജസ്ഥാൻ കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല എന്ന് ഉള്ള ചിന്ത ഹൈക്കമാൻഡ് വിട്ടുപോവുകയും ചെയ്തു. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള അമ്പെ പരാജയത്തിലേക്ക് ഈ ഒരു നീക്കങ്ങൾക്കെല്ലാം തന്നെ കാരണമാവുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയോടും വൈകിയ ചർച്ചകളൊക്കെ തന്നെ വലിയ അനൗപചാരിക ചർച്ചകളൊക്കെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ MLA മാർ വഴങ്ങാതെ ഇനി നേതൃമാത്രം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് MLA മാർ എത്തുകയും ചെയ്തു. ഇത് ഒരുപക്ഷെ ഹൈക്കമാൻഡിന് അംഗീകരിക്കേണ്ട ഒരു പശ്ചാത്തലമാണുള്ളത്. എന്തായാലും നേതൃമാറ്റം നിലവിലെ സാഹചര്യത്തിൽ മാറ്റേണ്ടതില്ല. ഒരു പ്രതികരണവും അല്പസമയത്തിന് മുമ്പ് അശോക് ഗെഹ്ലോട്ടിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്തു. ഒരു കാരണവശാലും സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കില്ല എന്നുള്ള നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. അതായത് പാർട്ടി വിശ്വസ്തരായിട്ടുള്ള വ്യക്തികളെ മാത്രമേ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആനയിക്കുകയുള്ളൂ. ഒപ്പം തന്നെ പാർട്ടിയെ വഞ്ചിച്ച ആരെയും ആ സ്ഥാനത്തേക്ക് എത്തിക്കാൻ താൻ അനുവദിക്കില്ല എന്നുള്ളൊരു ഉറച്ച നിലപാടിലേക്ക് അശോക് ഗെഹ്ലോട്ട് എത്തുകയും ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രബല കക്ഷികളെല്ലാം തന്നെ 90-ലധികം പേരുടെ പിന്തുണ അദ്ദേഹത്തോടൊപ്പം ഉണ്ടതാനും ഈ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിക്കാണാനും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ഹൈക്കമാൻഡിന് സാധിക്കാതെ വന്നു എന്നുള്ളതാണ് ഈ ഒരു വലിയ തകർച്ചയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടിയിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വത്തെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിർണായക കൂടിക്കാഴ്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. ദിഗ്വിജയ് സിംഗിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു ചരടുവലികളും ഈ ഒരു ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നു. എന്തായാലും അശോക് ഗെഹ്ലോട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരില്ല എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്തു. കാരണം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന നേതാക്കളൊക്കെ പറയുന്നത് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കേണ്ട ഒരു വ്യക്തി തന്നെ മറ്റൊരു സംസ്ഥാനത്ത് ഭരണം കൈയാളുന്ന കോൺഗ്രസ് തന്നെ ഭരണം കൈയാളുന്ന സംസ്ഥാനത്ത് അവിടെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിൽ ചുക്കാൻ പിടിക്കേണ്ട വ്യക്തി എന്തുകൊണ്ട് മാറി നിൽക്കുന്നു? ഈ MLA മാരുടെ നീക്കങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തുകൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ അശോക് ഗെഹ്ലോട്ടിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നു വരികയും ചെയ്തു. അതൊക്കെ ശരിവെക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും മാറിയത്. അതായത് രാജസ്ഥാൻ വിട്ടുകഴിഞ്ഞാൽ തനിക്ക് മറ്റൊന്നുമില്ല എന്ന് അദ്ദേഹം ഊട്ടിയുറപ്പിച്ച് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ സംബന്ധിച്ച് രാജസ്ഥാന്റെ പ്രതിസന്ധികൾ രൂക്ഷമാവുകയും ചെയ്യും. എന്തായാലും സച്ചിൻ പൈലറ്റിനെ മറ്റ് ഏതെങ്കിലും പദവി കൊടുക്കുമെന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നൽകുന്ന കാര്യം പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സച്ചിൻ പൈലറ്റ് ഇക്കാര്യം പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രിയങ്ക ഗാന്ധിയെ ഔദ്യോഗികമായി പരാതി അറിയിക്കുകയും ചെയ്തു. രാജസ്ഥാനിലെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തായാലും ഒരു കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചർച്ചകളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിഗ്വിജയ് സിംഗിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്താനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എന്നറിയുന്നു. എങ്കിലും ഏത് രീതിയിലാണ് സച്ചിൻ പൈലറ്റിനെ അനുനയിപ്പിക്കുക, അശോക് ഗെഹ്ലോട്ടിനെ അനുനയിപ്പിക്കുക, അത്തരം കാര്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഇടവേളയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ News 18 യൂട്യൂബ് ചാനൽ.